നമ്മൾ ഇവിടെ സന്തോഷത്തോടു കൂടിയിട്ട് ആണ് നിൽക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ രാജ്യം വളരെ വേദനിക്കപ്പെടുന്ന ചില നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരു തെറ്റും ചെയ്യാതെ കാശ്മീരില് നമ്മുടെ തന്നെ സഹോദരി സഹോദരന്മാർ അവര് ഒരു ടൂറ് പോവുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സന്തോഷത്തോടു കൂടിയായിരിക്കും അവർ ആ വീട്ടിൽ നിന്ന് അവരുടെ ബന്ധുക്കളോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് പോവുക. അങ്ങനെ പോയതിന് ശേഷം സ്ത്രീകളുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് സഹോദരിമാരുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് അവർക്ക് സർവസ്വവും നഷ്ടപ്പെട്ടത് ഞാനും നിങ്ങളുമൊക്കെ കണ്ടു. ആ നഷ്ടപ്പെട്ടതിന് ശേഷവും ഏത് ഭീകരവാദികളാണോ ഇതിന് നേതൃത്വം കൊടുത്തത് അവര് പറഞ്ഞു നിന്റെ മോദിയോട് പോയി പറയാനാണ് പറഞ്ഞത്. അതായത് ഒരിക്കലും നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭീകരവാദികളുടെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. ധാരാളം ആളുകളെ കൊല ചെയ്തതിന് ശേഷമാണ് പാർലമെന്റ് സമുച്ചയം തകർക്കാൻ അഫ്സൽ ഗുരു എന്ന് പറയുന്ന ഭീകരവാദി പരിശ്രമിച്ചത്. എന്നാൽ പട്ടാളക്കാരുടെ ഉചിതമായിട്ടുള്ള പോരാട്ടം കൊണ്ട് ആ അഫ്സൽ ഗുരുവിനെ ജീവനോടെ പിടികൂടാൻ സാധിച്ചു. ജീവനോടെ പിടികൂടാൻ സാധിച്ചതിന് ശേഷം രാജ്യത്ത് ഏതു ഒരു കുറ്റവാളിയും കേസ് നടത്തും. കേസ് നടത്തിയിട്ട് കോടതി വിധിക്കും. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി, ആ സുപ്രീം കോടതി പോലും പറഞ്ഞു അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റണം. അങ്ങനെ രാജ്യത്തിന്റെ പാർലമെന്റ് സമുച്ചയത്തിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ബിജെപിക്കാരുടെ മാത്രമല്ല, അത് എല്ലാ ജനപ്രതിനിധികളും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും ജനതാദളുകാരനും ലല്ലു പ്രസാദ് യാദവിന്റെ ആളും മമതാ ബാനർജിയുടെ ആളും പിണറായി വിജയന്റെ ആളുകളും സർവത്ര ആളുകളും ആരൊക്കെയാണോ രാജ്യത്ത് പാർലമെന്റിലേക്ക് വിജയിക്കുന്നത് അവർ മുഴുവൻ ഇരിക്കുന്ന ജനായത്തമായിട്ടുള്ള ഒരു സഭ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കേന്ദ്രം, ആ കേന്ദ്രത്തെ തകർക്കാൻ, ബോംബ് വെച്ച് തകർക്കാൻ ഭീകരവാദി ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭാരതത്തിന്റെ മസ്തകത്തിനെ അടിക്കാൻ, നെറുകയിൽ അടിക്കാൻ തീരുമാനമെടുത്ത ഭീകരവാദികളുടെ പ്രവർത്തനമായിരുന്നു. ആ പ്രവർത്തനം നടത്തിയവനെ തൂക്കിലേറ്റിയപ്പോ തൂക്കിക്കൊന്നത് തെറ്റായി പോയി എന്നാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ അവരുടെ തീരുമാനം പ്രഖ്യാപിച്ചത്. ആ ഭീകരവാദിയെ തൂക്കിക്കൊന്നത് തെറ്റായി പോയി എന്ന് പറഞ്ഞാൽ നാളെ അത് മറ്റു ഭീകരവാദികൾക്ക് ലൈസൻസ് ആണ്. നമ്മുടെ നാട്ടിലെ പട്ടാളക്കാരനെ കൊല്ലാൻ, നമ്മുടെ നാട്ടിലെ പാവങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, അവരുടെ ജീവിതം കവർന്നെടുക്കാൻ, ഒരു തെറ്റും ചെയ്യാത്ത സാധാരണക്കാരുടെ ജീവൻ ഈ ഭൂമിയിൽ നഷ്ടപ്പെടുത്താൻ പരിശ്രമിച്ചവനെ അവന് താമ്രപത്രം കൊടുക്കുന്ന രീതിയിലേക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാക്കുകളുണ്ടായി. കാശ്മീരിൽ എന്ത് സംഭവിച്ചു? ഓരോ വ്യക്തിയുടെയും ശരീരം നോക്കി, അവന്റെ പേര് നോക്കി, അവന് കലിമ ചൊല്ലാൻ അറിയുമോ എന്ന് ചോദിച്ചു. അവൻ എന്ത് മതക്കാരനാണ് എന്ന് തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തതിനു ശേഷം ഹിന്ദു മത വിശ്വാസിയാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ, ഇവൻ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവനല്ല എന്ന് ബോധ്യപ്പെട്ട സമയത്ത് വെടിവെച്ചു കൊന്നു എന്ന് പറയുമ്പോൾ എത്ര ക്രൂരമായ സമീപനമാണ് നമ്മുടെ രാജ്യത്തോട് ഇവർ സ്വീകരിച്ചത്. ആ വെടിവെപ്പിന് ശേഷം കേരളത്തിൽ കുറെ കാലം മൂലക്കിലിരിക്കുകയായിരുന്നു എം എ ബേബി സഖാവ്. ആ എം എ ബേബി സഖാവിന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയൊരു സ്ഥാനം കൊടുത്തു ഇപ്പോ. കാരണം ഈ സാധനം രാജ്യത്തില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും തീർന്നു. ത്രിപുരയിലുണ്ടായിരുന്നു, ബംഗാളിലുണ്ടായിരുന്നു, അവിടെ എല്ലാം ഗവൺമെന്റ് പോയി. ഇനി ഒരേ ഒരു മുഖ്യമന്ത്രി. ആ ഒരേ ഒരു മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഇരിക്കുന്ന കേരളത്തിൽ ശ്രീമാൻ എം എ ബേബിക്ക് പോളിറ്റ് ബ്യൂറോയിൽ ഏറ്റവും വലിയ ഉന്നതമായിട്ടുള്ള സ്ഥാനം തന്നെ കിട്ടിയപ്പോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് രാജ്യവിരുദ്ധമായി പോയി എം എ ബേബി സാറിന്റെ. ആള് പറയുകയാണ് 370 വകുപ്പ് അതെടുത്തു കളഞ്ഞു കാശ്മീരില്. അതെടുത്തു കളഞ്ഞത് കൊണ്ടാണ് ഈ ഭീകരവാദികൾക്ക് ഇങ്ങനെ ആളുകളെ വെടിവെച്ചു കൊല്ലാനുള്ള തോന്നലുണ്ടായത് എന്നാണ് പറഞ്ഞത്. ആ ടൂറ് പോകുന്ന കൂട്ടത്തിൽ എം എ ബേബി ഉണ്ടായിരുന്നെങ്കിലോ, ടൂറ് പോകാൻ തീരുമാനിച്ചവരുടെ കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ലീഡർ വി ഡി സതീശൻ ഉണ്ടായിരുന്നുവെങ്കിലോ, ടൂർ പോകാൻ തീരുമാനിച്ചവരുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നുവെങ്കിലോ പേര് ചോദിക്കും, പിന്നെ പരിശോധന നടത്തും. അത് കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ അവർക്കും സംഭവിക്കുക? അതുപോലും ചിന്തിക്കാതെ 370 വകുപ്പ് എടുത്തു കളഞ്ഞത് കൊണ്ടാണോ എന്ന് എം എ ബേബി സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോ അത് നിരുത്തരവാദപരമായി പോയി എന്ന് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ സഹപ്രവർത്തകന്മാർക്കോ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒറ്റൊരുത്തരും സാധിച്ചില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമായിട്ട് ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വസ്തുതയാണ്. അത് കഴിഞ്ഞു കോൺഗ്രസിന്റെ കമ്മിറ്റി കൂടി അവര് ഖർഗെയുടെ നേതൃത്വത്തിൽ പറഞ്ഞു ഇതെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയുടെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതിനെ കുറിച്ച് ആദ്യം ആലോചിച്ചു. എന്നാൽ പിന്നീട്
AICCക്ക് അത് തിരുത്തേണ്ടി വന്നു. അവർ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തി. ശ്രീമാൻ KC വേണുഗോപാൽ പോലും ആ അവസ്ഥയിൽ തന്നെ സംസാരിച്ചു. സന്തോഷം. എന്താണ് ഇത്? കോൺഗ്രസിന്റെ പ്രശ്നമല്ല, ഇത് BJPയുടെ പ്രശ്നമല്ല, ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നമല്ല, ഇത് രാജ്യത്തിന്റെ വിഷയമാണ്. നമ്മുടെ ഭാരതത്തിലെ പട്ടാളക്കാര് യുദ്ധഭൂമിയിലേക്ക് പോകുന്നതിന്റെ ഒരു വീഡിയോ ഇന്നലെ നിങ്ങളുടെ മുന്നിൽ പുറത്തു വന്നിട്ടുണ്ട്. ഞാനും നിങ്ങളും സുഖമായി കേരളത്തിൽ കിടന്നുറങ്ങാൻ വേണ്ടി ഈ പാവപ്പെട്ട പട്ടാളക്കാരൻ പെട്ടിയും കിടക്കയും എല്ലാം എടുത്തുകൊണ്ട് അവൻ യാത്ര ചെയ്യുകയാണ്. ഞാൻ 4 ദിവസം ഡൽഹിയിലായിരുന്നു. പാറ്റ്നയിൽ ബീഹാറിൽ പോകാൻ എനിക്ക് അവസരമുണ്ടായി. ആ ബീഹാറിലെ ഗ്രാമപ്രദേശത്തു നിന്നും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, പട്ടാളക്കാർ, അവർ അവരുടെ ഭാര്യയെയും അമ്മയെയും വീട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് അവർ യാത്ര പോകുന്നതിന്റെ ദൃശ്യം എനിക്ക് കാണാൻ സാധിച്ചു. അമ്മമാർ മക്കളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. കാരണം തന്റെ മകൻ തിരിച്ചു വരുമെന്നുള്ള ഉറപ്പോട് കൂടിയിട്ടല്ല, തന്റെ പെറ്റ വയറിനെ, നൊന്ത് പ്രസവിച്ച വയറിനെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് മകനെ സമർപ്പിച്ചുകൊണ്ട് അമ്മമാർ ഈ നാട്ടിൽ കാത്തിരിക്കുന്നത്. അങ്ങനെയുള്ള അമ്മമാരോട്, ഭാര്യമാരോട് വിവാഹം കഴിഞ്ഞ് 7 ദിവസം മാത്രമായിട്ടുള്ള പെൺകുട്ടിയുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചുകൊണ്ട് അവരെ കൊലപ്പെടുത്തിയെങ്കിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ലീഗും എല്ലാവരും BJPയും എല്ലാവരും ഒരുമിച്ച് നിൽക്കണ്ടേ രാജ്യത്തോടൊപ്പം? അങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ടല്ലേ സ്റ്റേറ്റ്മെന്റ് പറയേണ്ടത്, പ്രഖ്യാപനം നടത്തേണ്ടത്? നമ്മുടെ ആരാധനായിട്ടുള്ള പഴയകാല ലീഡർ ഉണ്ടായിരുന്നു അടൽ ബിഹാരി വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. രാജ്യം ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോ, ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടത്തിന്റെ കീഴിൽ രാജ്യത്ത് യുദ്ധമുണ്ടായപ്പോ അന്ന് BJPക്കാരനായില്ല, ജനസംഖ്യക്കാരനായില്ല അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹം പറഞ്ഞു, ഇന്ദിര നിങ്ങൾ ദുർഗയാണ്, നിങ്ങൾ ദുർഗയെ പോലെ. ആരാണ് ദുർഗ? ദുർഗാദേവിയെ കുറിച്ച് പറയുന്ന സമയത്ത് ആ ദുർഗാദേവിയാണ്, അല്ലെ, തെറ്റ് ചെയ്യുന്നതിനെ നിഗ്രഹിക്കുന്നവളാണ്. ദുർഗ എന്നുള്ള പേര് ചാർത്തി കൊടുത്തുകൊണ്ട് ആരാധനായ അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞു, രാജ്യം മുഴുവൻ നിങ്ങളുടെ പിറകിൽ ഒറ്റക്കെട്ടായി നിൽക്കും, നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ ആ പാരമ്പര്യം മനസ്സിലാക്കാൻ സാധിക്കാത്തവർ ഈ നാട്ടിൽ എന്നുമെന്നും ഭീകരവാദികൾ കടന്നു വരണമെന്നും ആ ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തെ തകർക്കണമെന്നും ആഗ്രഹിക്കുന്നവർ അവരെല്ലാവരും ചേർന്നുകൊണ്ട്, നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം TV-യിൽ കണ്ടു, ഭീകരവാദി മരണമടഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പാകിസ്ഥാന്റെ പട്ടാളക്കാര് ഭീകരവാദിയുടെ ഭൗതിക ശരീരത്തെ എത്ര ബഹുമാനത്തോടു കൂടിയിട്ടാണ് അവിടുത്തെ പട്ടാളക്കാർ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് അറിയുമോ? ഭീകരവാദിയെ ബഹുമാനിച്ചില്ലെങ്കിൽ പാകിസ്ഥാനിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയോ വിദേശകാര്യ വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഒരൊട്ടൊരുത്തനും ബാക്കി ഉണ്ടാവില്ല. കാരണം ഭീകരന്മാരുടെ മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് പാകിസ്ഥാനിലെ ജനപ്രതിനിധികൾ എന്നുള്ളതാണ്. ആ അവസ്ഥയിലേക്ക് ലോകം മുന്നോട്ട് പോയി. എന്നാൽ പഴയ ഭാരതമല്ലിത്. ഈ രാജ്യം ഇപ്പോ ഒരാൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. ആ വ്യക്തി വീടിനകത്ത് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മളെല്ലാം സമാധാനം വേണ്ടിയിട്ടല്ല ശ്രീമാൻ നരേന്ദ്രമോദി പ്രവർത്തിച്ചത്. ആ നരേന്ദ്രമോദി പറഞ്ഞു, ഈ രാജ്യത്ത് 300-ലധികം വരുന്ന പദ്ധതികൾ ഉണ്ടാകണം. നരേന്ദ്രമോദിയുടെ പദ്ധതികൾ കേരളത്തിൽ ഇന്ന് ആവിഷ്കരിച്ചിരുന്നുവെങ്കിൽ BJPക്കാർക്ക് ഈ വീട് വെച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നമ്മുടെ നേതാവ് കൊണ്ടുവന്നതാണ്, നമ്മുടെ രാജ്യത്തിന്റെ നേതാവ്. BJPക്കാരുടെ മാത്രം നേതാവല്ല, രാജ്യത്തിന്റെ നേതാവാണ് ശ്രീമാൻ മോദി. അതുകൊണ്ടാണ് ലോകം മുഴുവൻ ഇന്ന് ഇന്ത്യ എന്തു പറയുന്നു എന്ന് അവർ കാതോർക്കുകയാണ്. ഈ രാജ്യം എന്താണ് ചിന്തിക്കുന്നത് എന്ന് ലോകം കാതോർക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? രാഷ്ട്രീയമൊക്കെ വേണം, രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ വേണം. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ നേർക്ക് ബോംബുകൾ വരുമ്പോൾ, ഈ രാജ്യത്തിന്റെ നേർക്ക് യുദ്ധ സാമഗ്രികൾ വരുമ്പോ, അവിടേക്ക് ഡ്രോണുകൾ വരുമ്പോ, നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ആരെങ്കിലും തീരുമാനമെടുക്കുമ്പോ, അതിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ ആളുകളുടെ ചോര ചിന്തിക്കുമ്പോ, അവിടെ പ്രധാനമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രധാനമന്ത്രിയോടൊപ്പം ഈ ഇരിക്കുന്ന മുഴുവൻ അമ്മമാരോടും എനിക്കുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് പേരിട്ടത്. എന്തുകൊണ്ടാണ്? ഈ സിന്ദൂരത്തിനെ, കുങ്കുമത്തിനെ, സീമന്തരേഖയിൽ ചാർത്തിയ സിന്ദൂരത്തിനെ മായ്ച്ചു കളയാൻ വേണ്ടി പരിശ്രമിക്കുകയും ആ സ്ത്രീ പറഞ്ഞു, ഭർത്താവിനെ വെടിവെച്ചു കൊന്നു കഴിഞ്ഞപ്പോ ആ സ്ത്രീ പറഞ്ഞു, ഇന്ന് ആ ഭീകരവാദിക്ക് മനസ്സിലായില്ല ഈ അഭിനവ മകളും രാമചന്ദ്രന്റെ ഭാര്യയും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നമുക്ക് നഷ്ടമായിട്ടുള്ള നമ്മുടെ സഹോദരന്മാരും. നിങ്ങൾക്കറിയുമോ, ആ ഒരു മുസൽമാൻ ചെറുപ്പക്കാരൻ അവൻ എന്തിനാണ് അവന്റെ ജീവൻ കളഞ്ഞത്? ബഹുമാനത്തോടും ഭയഭക്തിയോടും കൂടി നിൽക്കുന്ന സിദ്ധരാമയ്യയെ എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചു. വിവിധ സംസ്ഥാനങ്ങൾ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ആ ശവശരീരം ഏറ്റുവാങ്ങിയപ്പോ സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഉള്ള പിണറായി വിജയന് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ വരാൻ പറ്റിയില്ല, വന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി.
ആ ഭൗതിക ശരീരത്തോട് അനാദരവ് കാട്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി. അനാദരവ് കാട്ടിയതിനു ശേഷം രാജ്യം മുഴുവൻ ഈ വിഷയം ചർച്ച ചെയ്തു, നവമാധ്യമങ്ങൾ ചർച്ച ചെയ്തു. അവസാനം കെട്ടിയൊരുങ്ങി തമ്പുരാൻ പുറപ്പെട്ടു. 3 ദിവസം കഴിഞ്ഞു. ഇതാണോ ഭരണകൂടം? ഇതാണോ രാജ്യസ്നേഹം? ഇതാണോ നമുക്ക് ആവശ്യമുള്ളത്? അല്ല. ഞാൻ പറയാൻ വന്നത്, ശ്രീമാൻ നരേന്ദ്രമോദി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഏത് ഭീകരവാദ സംഘടനയാണോ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമിച്ചത്, ആരാണോ എന്റെ സഹോദരിമാരുടെ നെറ്റിയിലെ സിന്ദൂരം അടർത്തിക്കളഞ്ഞത്, മായ്ച്ചു കളഞ്ഞത്, ആരാണോ എന്റെ മക്കളുടെ ജീവൻ എടുത്തത്, ഏതറ്റം വരെയും ഞാൻ പോകുമെന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ, പാകിസ്ഥാൻ എന്ന് പറയുന്ന കുട്ടി രാജ്യമുണ്ടല്ലോ, ആ കുട്ടി രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അവിടെയും മര്യാദ പാലിച്ചു. അവിടെയും ഒരക്ഷരെ പോലെ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. എങ്ങനെ? അത് നമ്മുടെ നയതന്ത്രമാണ്. ഒരു തെറ്റും ചെയ്യാത്ത പാകിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്തെയും ആക്രമിക്കാൻ നമ്മുടെ രാജ്യത്തിന് താല്പര്യമില്ല. കാരണം ഈ രാജ്യം പണ്ട് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടാണ് അടൽ ബിഹാരി വാജ്പേയി പാകിസ്ഥാനെ കൈകൊടുക്കാൻ പോയത്, ആ പാകിസ്ഥാനെ സഹായിക്കാൻ പോയത്. ഇവിടെ ഇത്രയും വലിയ കൊറോണയുടെ തരംഗമുണ്ടായ സമയത്ത് ലോക രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാൻ ഉൾപ്പെടെ, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള ലോക രാജ്യങ്ങളിലെ മനുഷ്യരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി കൊറോണ വാക്സിൻ സൗജന്യമായി കൊടുത്ത ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ശ്രീമാൻ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ മക്കളെ തൊടാൻ തീരുമാനമെടുത്തത് കൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തി രാഷ്ട്രമായിട്ട് നമ്മുടെ രാജ്യം മാറാൻ പോകുന്നു. മാറ്റുമെന്നാണ് മോദി പറഞ്ഞിട്ടുള്ളത്. മോദിജി പറഞ്ഞത് പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ലോകത്തിന്റെ വലിയ വലിയ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ രാജ്യത്തെ നോക്കി പറയുകയാണ്, ഭാരതം മുന്നേറുകയാണ്. എന്തുകൊണ്ട്? ഇവിടുത്തെ ജനങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഭാരതത്തിൽ നിന്ന് പോയി ലോകരാജ്യങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ, അവർക്ക് വിശ്വാസമുണ്ട്. അവരുടെ മതം ഇസ്ലാം മതമാണ്, പക്ഷേ അവരുടെ രാജ്യം അതേതാണ്? അത് ഭാരതമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം സഹോദരിമാർ, മുസ്ലിം സഹോദരന്മാർ നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ട് ചിന്തിക്കുമ്പോൾ അവരെ വഴിതിരിച്ചുവിടാൻ സാധിക്കുമോ എന്ന് പ്രതിപക്ഷം പരിശ്രമിച്ചാൽ, അത് ഇന്ത്യയുടെ പ്രതിപക്ഷമാണെങ്കിലും കേരളത്തിലെ ഭരണപക്ഷമാണെങ്കിലും കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തിരിക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷമാണെങ്കിലും അത് വെച്ചു ഉറപ്പിക്കില്ല എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകന്മാരും മുന്നോട്ട് പോകുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ദീർഘമായിട്ട് പ്രസംഗിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നല്ല ഒരു കർമ്മം അതിവിടെ നടത്താൻ തീരുമാനമെടുത്തിട്ടുള്ള ഈ ഏരിയ കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളോടും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ 300-ലധികം വരുന്ന പദ്ധതികൾ നരേന്ദ്രമോദിജി ആവിഷ്കരിച്ചിട്ടും 70 വയസ്സ് കഴിഞ്ഞ മനുഷ്യർക്ക് മുഴുവൻ ഇവിടെ ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതി കൊടുക്കണമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടും, ജനിച്ചു വീഴുന്ന ഓരോ പെൺകുഞ്ഞുങ്ങളെയും സുകന്യ സമൃദ്ധി പദ്ധതിയുടെ ഭാഗമാക്കണമെന്ന് നരേന്ദ്രമോദിജി ആവശ്യപ്പെട്ടിട്ടും, മാതൃവന്ദനം പദ്ധതിയും ഇന്ദ്രധനുഷ് പദ്ധതിയും അമ്മമാർക്ക്, സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതികൾ ഉൾപ്പെടെ ഈ കരുനാഗപ്പള്ളിയിലെ കോഴിക്കോട് പ്രദേശത്ത് എല്ലാ വീടുകളിലേക്കും എത്തുന്നുണ്ടോ എന്ന്